ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്തൊരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മൾ പ്രകൃതിയെ നോക്കുവാണെങ്കിലും എല്ലാ കാര്യത്തിനും ഈ വെറൈറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ വ്യത്യസ്ത രീതിയിലുള്ള സംസ്കാരങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള സ്ഥലങ്ങൾ, ഭാഷകൾ, വസ്ത്രങ്ങൾ, ആഹാരങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ലൈംഗികത. ഇതിനകത്തുള്ള വ്യത്യസ്തമായ രീതികൾ നമുക്കതിനോടുള്ള താല്പര്യം കൂട്ടുന്നു. ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും പല തരത്തിലുള്ള മെത്തേഡ് ഇഷ്ടപ്പെടുന്നവരാണ്. ആക്ച്വലി നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ഡോഗി പോസിനോട് വളരെ താല്പര്യമുള്ളവരാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ഏത് വീഡിയോ കണ്ടാലും അതിനകത്ത് ഇങ്ങനൊരു പൊസിഷൻ കാണാറുണ്ട്. അതുപോലെ അതിനകത്ത് അഭിനയിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ചില ആൾക്കാർ കൂടുതലായിട്ട് ഈ ഒരു രീതി ഇഷ്ടപ്പെടുന്നത്? യഥാർത്ഥത്തിൽ സമയം കുറച്ച് കൂടുതലെടുത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഏകാഗ്രത കിട്ടുന്നു, അവരുടേതായ ഒരു ഫാൻറ്റസിയിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു രീതിക്ക് നമ്മുടെ സങ്കല്പങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു കാര്യം സാധാരണ പോലെ ചെയ്യുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതുമായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏത് കാര്യവും നമുക്കൊരു ത്രില്ല് കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ മടുക്കാതിരിക്കണമെങ്കിൽ അതിനകത്തൊരു വ്യത്യസ്തത വേണം. ചില പുരുഷന്മാർ പറയുന്നത് കേൾക്കാം, ഈ സമയത്ത് കുതിരവണ്ടി ഓടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ കാര്യങ്ങളെ നിയന്ത്രിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി ഈ സമയത്ത് അവർക്കുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ വരണമെന്നൊരാഗ്രഹമുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് കുറച്ച് ബോൾഡായിട്ടുള്ള രീതിയാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു വിധേയത്വത്തിൻ്റെ രീതിയാണ്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കിത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ ഷേപ്പിനെക്കുറിച്ച് ഒരു പ്രത്യേക ആത്മവിശ്വാസമുള്ളവരായിരിക്കും. അതുപോലെ വണ്ണം കുറച്ച് കൂടിയവർക്കാണെങ്കിലും ഈ ഒരു രീതി വലിയ പ്രശ്നമില്ല. ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. എന്ന് വെച്ചാൽ കാട്ടിൽ കൂടി പാലാഴി ഒഴുകി വരുന്നത് കാണുന്നത്, അതുപോലെ കുന്നും മലയൊക്കെ കാണുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ സൗന്ദര്യം മറ്റുള്ളവരെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഇതിനകത്ത് പൊതുവേ പുരുഷൻ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചില സ്ത്രീകൾക്ക് നന്നായിട്ടറിയാം. തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഫേസ് ടു ഫേസ് കാണാത്തതുകൊണ്ട് ഇതിനകത്ത് ആരെ വേണേലും സങ്കല്പിക്കാം. പുരുഷന് വേണമെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഒരാളെ സങ്കല്പിക്കാം, സ്ത്രീക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. ചില സ്ത്രീകൾക്ക് പങ്കാളിയോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ബന്ധപ്പെടാനുള്ളൊരു താല്പര്യം കുറവായിരിക്കും. അതുപോലെ മാനസികമായിട്ട് അടുപ്പം കുറവുള്ളവരുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. ചിലർക്കാണെങ്കിൽ പങ്കാളിയോട് ദേഷ്യമുള്ളവരുണ്ട്. അവർക്കൊക്കെ പറ്റിയ ഒരു പൊസിഷനാണ് ഇത്. കാരണം ഇതിനകത്ത് വലിയ ഇൻറ്റിമസി വേണമെന്നില്ല. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ചേ ഈ പങ്കാളിക്ക് സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതി ചെയ്തിട്ടാണ് മാറ്റുന്നത്. കാരണം ഈ ഫേസ് ടു ഫേസ് വരുന്ന കാര്യമൊന്നും അവർ ആ സമയത്ത് സമ്മതിക്കത്തില്ല. അതുപോലെ നമുക്കിഷ്ടപ്പെട്ടൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോഴേ അത് അനുകരിക്കാൻ തോന്നുമല്ലോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് മറ്റ് മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഇതിന് സ്ട്രെയിൻ പൊതുവേ കുറവാണ്. അതുപോലെ ചിലരെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇതില്ലെങ്കിൽ എന്തോ ഒരു പൂർത്തീകരണമില്ലാത്ത പോലെ. അതുപോലെ ഈ ഒരു മെത്തേഡിന് 2-3 വേരിയേഷൻസ് ഉണ്ട്, അതും പലരും ചെയ്യാറുണ്ട്. ആക്ച്വലി നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ, പല ദിവസവും പല എനർജി ലെവലല്ലേ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളവരുണ്ടല്ലോ, അവർക്കിത് വളരെ ഇഷ്ടമാണ്. ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിൻ്റെ മാത്രമല്ല കേട്ടോ, മനസ്സിൻ്റെയും കൂടാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ക്വാളിറ്റിയാണ് പുരുഷൻ സ്ത്രീയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ റഫ് ആകേണ്ടടുത്ത് റഫ് ആകണം, ചില സമയത്ത് സോഫ്റ്റ് ആകണം. വിധേയത്വം കാണിക്കേണ്ടടുത്ത് വിധേയത്വം കാണിക്കുകയും വേണം. എന്ന് വെച്ചാൽ ഏത് ഭാവമാണോ പുരുഷന് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇഷ്ടം. അതുപോലെ ഈ സമയത്ത് കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട് പെരുമാറുന്നവരുണ്ട്, കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് പെരുമാറുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ കൂടി അവർ കാണിക്കുന്നത് ഈ ഒരു കാര്യത്തോടുള്ള താല്പര്യമാണ്. അതുപോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് നമുക്കിഷ്ടപ്പെട്ട് ചെയ്യുന്നതും മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പം തന്നെയാണ്. അതുപോലെ മനസ്സിൻ്റെ സന്തോഷം ഇതിനകത്ത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ പുതിയ പുതിയ മെത്തേഡുകൾ പരീക്ഷിക്കാൻ തോന്നത്തുള്ളൂ, കുറച്ച് വ്യത്യസ്തതയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ.
എന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റൽ ബോഡി എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം ഹാപ്പിയാണ്, അത്രത്തോളം നമുക്കിതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. ചില സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ലൈംഗിക കാര്യത്തിൽ പൊതുവെ ആത്മവിശ്വാസം കുറവുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കാണും. വ്യത്യസ്തമായ മെത്തേഡിനോട് തന്നല്ല, അവർക്കൊരു രീതിയോടും താല്പര്യമില്ല. ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിനൊരു വലിയ സ്ഥാനമുണ്ട്. ഇപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാണ്, സന്തോഷമാണെങ്കിൽ വെറൈറ്റി ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തോന്നും, പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ തോന്നും, വ്യത്യസ്തമായ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ തോന്നും, കഴിക്കാൻ തോന്നും. അതുപോലെ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമുണ്ടെങ്കിലേ മേക്കപ്പ് ചെയ്യാൻ തോന്നത്തുള്ളൂ, കുറച്ചൊക്കെ ഒരുങ്ങി നടക്കാൻ തോന്നത്തുള്ളൂ. ഈ ആക്ടിവിറ്റീസ് പോലെ തന്നെയാണ് ലൈംഗികതയുടെ കാര്യത്തിലും. നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വെറൈറ്റി കണ്ടെത്തും. അതുപോലെ എല്ലാവരും ഈ രീതി ചെയ്യണമെന്നില്ല, ഇഷ്ടപ്പെട്ടവർ മാത്രം മതി. പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമുക്ക് മടുപ്പ് വരത്തില്ല, വിരക്തി ഉണ്ടാകത്തില്ല. കാരണം പങ്കാളികളെ സംബന്ധിച്ച് ആളെ മാറ്റാൻ പറ്റില്ല, മെത്തേഡ് മാറ്റാനേ പറ്റത്തുള്ളൂ. അതുപോലെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതികളും ഇതിനകത്തുണ്ട്. ഞാനിത് പറയാൻ കാരണം പല ദമ്പതികളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്, പല കാരണങ്ങളും പറഞ്ഞ്. സ്ത്രീകളെ സംബന്ധിച്ച് ഇതിനകത്തെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ച് മാത്രമുള്ളതല്ല. എന്നാൽ പുരുഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഒരു ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് അവൻ്റെ ഫീലിങ്സ് മുഴുവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷന് പൊതുവെ ടെൻഷനുള്ള സമയത്ത് ഇത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ പുതിയ രീതി പരീക്ഷിക്കാൻ മനസ്സ് വരാത്തതും. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് മാക്സിമം ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഈ സമയത്ത് പലർക്കും തോന്നാറുണ്ട്. എന്നുവെച്ചാൽ ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട് വയറ് കുറയ്ക്കാനുള്ള എക്സർസൈസൊക്കെ പതിവായിട്ട് ചെയ്യുന്നവരുണ്ട്. എന്നുവെച്ചാൽ വയറധികമില്ലാത്ത സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ മെത്തേഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു മെത്തേഡിനൊരു പോസിറ്റീവ് സൈഡുണ്ട്. എന്നുവെച്ചാൽ പങ്കാളികൾ തമ്മിലുള്ള ആകർഷണം കൂട്ടും. പുരുഷന്മാരെ സംബന്ധിച്ച് സ്നേഹവും ആകർഷണവും രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സ്നേഹമെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ആകർഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതിന് ശരീരത്തിന് സൗന്ദര്യം വേണം, ഷേപ്പ് വേണം. അതുപോലെ ഇതൊക്കെ കാണാനായിട്ട് മെൻ്റൽ ബോഡിക്ക് സൗന്ദര്യം വേണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ ഒരു മെത്തേഡ് ഇഷ്ടമുള്ള സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിനകത്തൊരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്നവരാണ്. തന്നെയല്ല, വലിയ സ്ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ദീർഘനാൾ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ ഒന്നിച്ചു കഴിയുന്ന പങ്കാളികളെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ മെത്തേഡ് പരിശീലിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു രീതിക്ക് ബുദ്ധിമുട്ട് വന്നാൽ മറ്റൊരു രീതി അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് രീതി ചെയ്താലും രണ്ടുപേരും താല്പര്യത്തോടെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.